ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ ആരൊക്കെയാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ BCCI ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. IPL-ൽ കൊൽക്കത്തയ്ക്ക് കിരീടം സമ്മാനിച്ച ടീം മെന്ററായ ഗൗതം ഗംഭീറാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. എന്നാൽ ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും BCCI വ്യക്തത വരുത്തിയിട്ടില്ല. അപേക്ഷിക്കണമെങ്കിൽ കോച്ച് ആക്കുമെന്ന ഉറപ്പ് വേണമെന്ന് ഗംഭീർ ഉപാധി വെച്ചതായി കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടെ ഇന്ത്യൻ പരിശീലകനാകാൻ ഏറ്റവും യോഗ്യനായ താരം മുൻ നായകൻ MS ധോണിയാണെന്ന് തുറന്നു പറയുകയാണ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയുടെ ബാല്യകാല പരിശീലകനായ രാജ്കുമാർ ശർമ്മ. IPL-ൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ BCCI ധോണിയെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും രാജ്കുമാർ ശർമ്മ പറഞ്ഞു. ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാരുടെ ബഹുമാനം നേടാൻ ധോണിക്കാവും. വലിയ താരങ്ങളെ വെച്ച് 2 ലോകകപ്പുകൾ നേടി കളിച്ചു തെളിയിച്ച നായകനാണ് ധോണി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനാവും. ഇന്ത്യക്കായി ദീർഘകാലം കളിച്ച നായകൻ എന്ന നിലയിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും ധോണിക്ക് അനായാസം കഴിയും. ധോണി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ സച്ചിൻ, സേവാഗ്, ദ്രാവിഡ്, യുവരാജ് എന്നീ വലിയ താരങ്ങളെല്ലാം ടീമിൽ ഉണ്ടായിട്ടും അവരെയെല്ലാം നന്നായി നയിക്കാൻ ധോണിക്കായെന്നും രാജ്കുമാർ ശർമ്മ പറഞ്ഞു. ധോണി കോച്ചായില്ലെങ്കിലും ഇന്ത്യൻ പരിശീലകനായി വരുന്നത് ഒരു ഇന്ത്യക്കാരനായിരിക്കണമെന്നും രാജ്കുമാർ ശർമ്മ പറഞ്ഞു.